ഇതിലേട്ടാ സിനിമയെ സംബന്ധിച്ച് ഒരു സിനിമ സക്സസ് ആകുമ്പോൾ ആ സക്സസ് നമ്മൾ അതിന്റെ ഒരു പാർട്ടി നടത്തുന്ന ഏറ്റവും ചെലവ് കുറച്ചുള്ള ഒരു പരിപാടിയാണ് കേക്ക് മുറിച്ച്. മനസ്സിലായി. ബിഗിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മള് തിയേറ്ററിന്റെ ഷോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമായിരുന്നു. അപ്പൊ എന്തൊക്കെ പരിപാടികൾ ചെയ്യാം, പ്ലാൻ ചെയ്യാന്നൊക്കെ. അപ്പം സിനിമയുടെ നായകൻ എന്ന നിലയിൽ ദിലീപേട്ടൻ വന്നിട്ടേ ഉള്ളൂ. നമ്മൾ ബാക്കിയുള്ള തിയേറ്റർ വിസിറ്റ് മറ്റു പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. നമ്മുടെ ഡയറക്ടർ, റൈറ്റർ, ബാക്കി ഹീറോയിൻസ് എല്ലാം തീരുമാനിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കേക്ക് മുറിക്കാൻ സമ്മതിക്കും. കേക്ക് മുറിച്ചതിന് ശേഷം ബാക്കി കാര്യം. എന്തായാലും കേക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കണോ? പിന്നെ നമ്മളെല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാള് അവരുടെ എന്താ പറയാ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് മലയാള സിനിമയിലേക്ക്. ആദ്യം ഇതാ നമ്മുടെ ഒരു നായികയാണ്. ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ്, അതുകൊണ്ടാണ് രണ്ടാമത്. ഇനി എന്തായാലും സംവിധായകന് പ്രൊഡ്യൂസർക്ക് കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന ആളാണ്. അടുത്തത് പിന്നെ ഷാരിസ് വിവാദ എഴുത്തുകാരൻ. ഇതാണ് ഈ സിനിമ കാണുമ്പോ ആരും മറക്കാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു കഥാപാത്രം റൂബി. എനിക്ക് രണ്ട് അനിയന്മാരുണ്ട് ഈ സിനിമയില്. ഒരുത്തം വന്നിട്ടില്ല ഇവിടെ, ധ്യാൻ ശ്രീനിവാസനാണ്. പിന്നെ അവന് കൊടുക്കുക, അല്ലെങ്കിൽ താഴെ വീഴും. ശരിയല്ലാത്തൊരു ഇതുണ്ട്. എവിടെ സനൽദേവ് നമ്മുടെ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് അല്ലെ? ഇതുകൊണ്ട് കൂട്ടിയിട്ടായില്ലേ? ഗംഭീരമായിട്ടുള്ള സംഗീത സംവിധാനമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, മറക്കാൻ പറ്റില്ല. കാണുന്നവരെല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞാണ്. ഞങ്ങള് കഷ്ടപ്പെട്ട് അഭിനയിച്ച് മുഴുവൻ കട്ട് ചെയ്ത് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം കൂടി ചെയ്ത ആളാണ് അല്ലെ? നിയമത്തിന്റെ കാവൽക്കാരൻ ആരോ ആരാരോ. ദിലീപ് ഫാൻസിന്റെ സഹോദരനാണ്. കുറെ സഹോദരന്മാർ ഇവിടെ ഉണ്ട്. ധൈര്യമായിട്ട് കേൾക്കാം, ഞാൻ കയ്യൊക്കെ എഴുതാം. ലിസ്റ്റിന്റെ അനിയനാണ് ജസ്റ്റ്. ഞാൻ 3 ഫോണൊക്കെ പിടിച്ചിരിക്കണോണ്ടാ. പിന്നെ ഇനി കാസ്റ്റിംഗ് ഡയറക്ടർ എവിടെ? വേറെ ആരൊക്കെ കാസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്? ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ മനസ്സിലുള്ള ഒരാളാണ്. ഇനി ആരും എനിക്ക് കേക്ക് തരാത്തോണ്ട് ഞാൻ കഴിക്കും.
എല്ലാവർക്കും എന്റെ കാര്യം മറന്നുപോയി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ എടുത്തത്. ചേട്ടന്റെ ഫാൻ ബോയ് ഷാരിസ് അത് ആദ്യം മേടിച്ചു. ചേട്ടന് കൊടുക്കാൻ. ഓ താങ്ക് യു. ഷാരിസ് ഗംഭീരമായിട്ട് സിനിമ എഴുതിയിട്ടുണ്ട്. ഇത്തവണ ഇതിനകത്ത് അങ്ങനെ വിപ്ലവങ്ങളും ഇല്ല ഇല്ല ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ശാലം തെറി കേട്ടോണ്ട് ഇപ്രാവശ്യം അത് നോക്കി. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ തെറിയൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങള് ഇങ്ങനെ എന്താ തങ്ങളിക്കിട്ട് പിടിച്ച് ആരെയും വേദനിപ്പിക്കരുത്, ആരും നോക്കരുത്. ഇത് എല്ലാവർക്കും, കുടുംബ പ്രേക്ഷകർക്ക് അടക്കം എല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇഷ്ടാവേണ്ട ഒരു സിനിമയാണ്. ആരും വേദനിപ്പിക്കാൻ പാടില്ല. അതിന് നിർബന്ധപൂർവ്വം എല്ലാം അങ്ങനെ എന്തെങ്കിലും എഴുതി അല്ലല്ല അതിലേട്ടാ, അങ്ങനെ എന്തെങ്കിലും എഴുതി തുടങ്ങുന്ന അപ്പൊ ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ കാട്ടി കൊടുക്കും. അത് ഇന്ത്യന്റെ മാതൃരാജ്യമാണെന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ഷാരിസ് ആത്മാർത്ഥമായിട്ട് ഷാരിസും ബിൻഡോയും നന്നായിട്ട് പണിയെടുത്തൊരു സിനിമയാണ്. നിങ്ങളാണ് ബിൻഡോ. സന്തോഷം കൊണ്ട് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ എന്താ പറയാ ആദ്യത്തെ സിനിമയാണ് അല്ലേ? കുറെ ആളുകളുണ്ട് അങ്ങനെ. ഞാൻ രണ്ടാമത്തെ സിനിമ, ഞങ്ങളുടെ ആദ്യത്തെ സിനിമ, എന്റെ ആദ്യത്തെ സിനിമ, നിങ്ങളുടെ ആദ്യത്തെ സിനിമ. അല്ല ദിലീപേട്ടൻ അങ്ങനെ തന്നെയാണല്ലോ, ആദ്യ സിനിമ പോലെ തന്നെയാണല്ലോ. എനിക്ക് എല്ലാ സിനിമ പിന്നെ അങ്ങനെ പിന്നെ ഒരാൾക്ക് കൂടി കൈ കൊടുക്കണം. തന്നു. ഇതിലോട്ട് ഒരാൾ കൂടെ കൊടുക്കാൻ പറ്റുമോ? എന്താ ഡിസ്ട്രിബ്യൂഷൻ അല്ല, നമ്മളിപ്പോ പറഞ്ഞ ഓഫീസ് ഇൻചാർജ് ഏറ്റവും വലിയ ജീവിതത്തിൽ വെച്ചേക്കുന്നതാണ് പറഞ്ഞത്. ഓഫീസ് ഇൻചാർജ് അദ്ദേഹത്തിന്റെ വലിപ്പത്തോട് കൊച്ചു കുട്ടികളെ തന്നെ ഇതേ തിരിച്ചേട്ടാ പബ്ലിസിറ്റി ഇദ്ദേഹമാണ് വലിയ പബ്ലിസിറ്റി ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. പടത്തിന് ദൈവം അനുഗ്രഹിച്ച് നല്ല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ട് കൈ നീട്ടി കുടുംബപക്ഷം സ്വീകരിച്ചു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് പബ്ലിസിറ്റി പുറക്കേറ്റത് കേക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കൊടുത്തത്. ഭയങ്കര ഷൂട്ടിംഗാണ് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ. ഓക്കെ നാളെ നമ്മള് മലബാർ ഇനി ഓരോരുത്തരും വിശേഷങ്ങൾ പറയാം. ആർക്കാണ് ആദ്യം പറയേണ്ടത്? റാണിക്ക് വേണം പറയണ്ടെങ്കിൽ പറയാം. ഇനി റാണിക്ക് പറയാൻ ഇതുവരെ ഈ കുട്ടീനെ എവിടെയും കാണിയിട്ടില്ല. എങ്ങും കാണിച്ചിട്ടില്ല. ഈ സിനിമയെ കൂടി ആദ്യം കാണാൻ, ഈ സിനിമയെ കൂടിയേ ഈ കുട്ടിയെ കാണാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഇതിന്റെ റൈറ്റ് ഇതിന്റെ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അന്വേഷണോടുകൂടി ആ വിലക്കുകൾ പൊട്ടി. ഇനി അവൾക്ക് അപ്പൊ അതുകൊണ്ട് നായികയ്ക്ക് സംസാരിക്കാം. ഒരുപാട് സന്തോഷം. ഭയങ്കര നല്ല റെസ്പോൺസ് കണ്ടപ്പം ആക്ച്വലി 1 year ഫുള്ളായിട്ട് തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇൻസ്റ്റാഗ്രാമൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട്. ബട്ട് ലിറ്ററലി വർത്ത് ദ വെയിറ്റ് എന്ന് പറഞ്ഞ പോലെ 1 year കഴിഞ്ഞിട്ട് പടത്തിന് ഇത്രയും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഔട്ട് ഓഫ് വേർഡ്സ് ആണ്. എത്ര ഭയങ്കര രസമായിരുന്നു ലൈക്ക് പടം കണ്ട് ഇറങ്ങിയ ഒരു എക്സ്പീരിയൻസ്. ബിക്കോസ് എവ്രി വൺ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് തന്നത്. അതും പോരാണ്ട് ഓൺലൈനിൽ നിന്ന് ഒരുപാട് റെസ്പോൺസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു. ഒരുപാട് സന്തോഷം. ആൻഡ് എനിക്ക് ലിറ്ററലി ഐ വോണ്ട് ടു സേ താങ്ക്സ് ടു ദിലീപേട്ടൻ. 150ാമത്തെ പടം ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്തത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. സോ അത് ഭയങ്കരമായിട്ട് ബ്ലസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ അബൌട്ട് ലിസ്റ്റിൻ ചേട്ടൻ ആൻഡ് ലിസ്റ്റിൻ ചേട്ടനാണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ലൈക്ക് ലിറ്ററലി ഹോൾ ടീം ചെറിയ കുട്ടികളെ പോലെ എന്നെ ചെറിയ കുട്ടിയെ പോലെയാണ് കൊണ്ട് നടന്നത് ഫുൾ ത്രൂ ഔട്ട് ദിസ് ജേർണി. ആൻഡ് അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് എല്ലാത്തിനും പുറമെ എനിക്ക് ഷാരിസ് ചേട്ടനും പറയണം. ബിക്കോസ് എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ ഓരോ ക്യാരക്ടറുടെ ഓരോ വിധത്തിലും പോളിഷ് ചെയ്യാൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ബിന്ദു ചേട്ടൻ ആയിക്കോട്ടെ, കാസ്റ്റ് ചെയ്ത ബിനോയ് ചേട്ടൻ ആൻഡ് ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ഇതിൽ പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ലിറ്ററലി വോണ്ട് ടു റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ടു വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ് വിത്ത് യുവർ ഫാമിലി. 100% കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഫാമിലിനെ കൊണ്ടുപോയി ധൈര്യമായിട്ട് പോയി എൻജോയ് ചെയ്ത് 2 hours ഒരു % പോലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. നല്ലൊരു പടം ഒരുപാട് പേര് കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പോയി കാണണം. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഒരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ടാണ് നേരത്തെ ഈ നായിക ഒന്ന് സംസാരിക്കുന്നത്. ഇന്നാണ് എനിക്ക് എന്റെ കാര്യം മനസ്സിലായത്. ആ രണ്ടാമത്തെ സിനിമയാണ് മീനാക്ഷിക്കും എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. എന്നെ പൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് രണ്ടാമത്തെ മുമ്പിൽ ഇത്രയും വലിയൊരു മൂവിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. മാജിക് ഫിലിംസ് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, അവരോട് വർക്ക് ചെയ്യാൻ പറ്റി. താങ്ക് യു സ്മിത. പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ ഒരു നല്ലൊരു ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി. ചിത്രത്തിൽ ഞാനൊക്കെ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരാളെന്ന വ്യക്തി നമ്മൾ പെട്ടെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഷൂട്ട് 10 വർഷം മുമ്പുള്ള കാര്യമല്ലേ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈം കണ്ടപ്പോ തന്നെ ആ ഒരു സ്റ്റാർട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറിന്റെ കൂടെ ബിഗിനിങ്ങിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ മൂവിയുടെ ഡയറക്ടർ ബിന്ദു ചേട്ടൻ, റൈറ്റർ ഷാരിസ്, എല്ലാവരോടും ഒരുപാട് താങ്ക് യു. എന്നെ കാസ്റ്റ് ചെയ്ത ബിനോയ് ചേട്ടൻ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മൂവിയിൽ ഇത്രയും നല്ലൊരു വേഷം ചെയ്യാൻ പറ്റുമെന്ന്. ഒരുപാട് സന്തോഷം. എല്ലാവരും മൂവി പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഫാമിലിക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു കുടുംബ ചിത്രമാണ്. കോമഡി ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ആവുമെന്ന് ഉറപ്പുണ്ട്. എല്ലാവരും പോയി കാണും, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇനി പുതിയ ഒരാളുണ്ട്, ഞങ്ങളുടെ റൂബി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അതൊന്നും ഇവിടെ പറയുന്നത് കാണാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ളൂ എന്നുള്ളത്. പ്രോത്സാഹിപ്പിക്കണം, അത്ര പറഞ്ഞിട്ട് അടിപൊളി പടമാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. സെറ്റിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. അത് സിനിമയിൽ കാണാൻ പറ്റിയതിൽ വെരി ഹാപ്പി. നിങ്ങളും ആ ബോണ്ടിങ് കാണുന്നു ഹോപ്പ്ഫുൾ. അത്രേ ഉള്ളൂ. യെസ്, താങ്ക് യു. അങ്ങനെയല്ല, മാജിക് ഫ്രണ്ട്സിന്റെ 30ാമത്തെ പടം, ദിലീപേട്ടന്റെ 30ാമത്തെ പടത്തിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ജിസി മമ്മിയെ നിങ്ങൾ കണ്ടാല് ഒന്നും പറയാൻ പാടില്ല. ആ എന്റെ ദൈവമേ, നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ ഈ സിനിമ കണ്ടാലും നിങ്ങൾ എന്നെ മാറ്റില്ലാന്നുള്ളത്. ഓക്കെ. പിന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട ഈ സിനിമ ഞാൻ കണ്ട് ഞങ്ങൾ വിജയിപ്പിക്കണം. താങ്ക് യു. ഇനി നമ്മുടെ കൂട്ടത്തിലാണ് ഇനി ഹാരിസുണ്ട്, സനലുണ്ട്. സനല് വന്നിട്ട് വൈകം വായിക്കും വരും. നിങ്ങളാണോ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. രണ്ടു വാക്ക് പറ. ശരിയാണ്, നിനക്ക് സംസാരിക്കാൻ അറിയുന്നില്ല. പുള്ളി സംഗീതത്തിൽ കൂടിയാണ് കഴിവുകൾ കാണിക്കുന്നത്, അല്ലാതെ സംസാരത്തിലല്ല. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പടം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുത്ത് ആ വർക്കൗട്ടിനുള്ള സക്സസ് അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസ് ഓഡിയൻസിന് ഒന്നും കിട്ടി. വളരെ സന്തോഷം. ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ആദ്യത്തെ ന്യൂസ് ചാനലിൽ കിട്ടിയിരിക്കുന്നത്. ദിലീപേട്ടനുള്ള ഒരു ആക്ടർ നെക്സ്റ്റ് ഒരു വർഷം വെരി വെരി ഹാപ്പി. കാരണം സനലിന്റെ നല്ല വർക്കാണ് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഈ സിനിമ നല്ല എന്താ പറയണത്, എവിടെയെങ്കിലും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നെങ്കിൽ പോലും സനലിന്റെ സംഗീതം നമ്മളെ പെട്ടെന്ന് ഓരോ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ അത്രയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ അതിന്റെ സനൽ പിന്നെ ഇനി സാഗർ എഡിറ്റർ എത്രാമത്തെ സിനിമയത്? 10ാമത്തെ ഇൻഡിപെൻഡന്റ് സിനിമ, 10ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? വർഷം. അപ്പൊ വലിയ സ്ഥലത്തു നിന്ന് തന്നെയാണ് നിങ്ങൾ തുടങ്ങിയത് അല്ലേ? എല്ലാ നടന്മാരും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഡിഫറെന്റ് ആയിട്ടൊക്കെ അഭിനയിച്ച് ആ സ്ഥലത്ത് പുള്ളി കട്ട് ചെയ്ത് നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മരിച്ചു പോകണം കണ്ടുകൊണ്ട് നിൽക്കും. പക്ഷെ ഇതൊക്കെ രസകരമായി കോപ്പി ചെയ്ത് എവിടെ എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ ഡയറക്റ്റായിട്ട് അറിയാം. അതിൻ്റെ ഒഴുക്ക് അത് നിങ്ങൾ സിനിമ ആണ് മനസ്സിലാക്കുന്നത്. അത്രയും സ്പീഡായിട്ട്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അമ്മാതിരി ഷോട്ടുകൾ കയറും.
കാരണം ഒന്നും വിടാതെ പല തരത്തിലും വെച്ചിട്ട് സോസും മറ്റൊക്കെ പറഞ്ഞ ഒരുപാട് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. അതൊക്കെ അതിനനുസരിച്ചിട്ട് വെട്ടി ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് നല്ലൊരു കലാരൂപമാക്കി മാറ്റിയ സാധാരണ നമുക്ക് മാറ്റാം. ഇവൻ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിട്ട് പ്രൊഡ്യൂസർ കാർഡ് വരെ കട്ട് ചെയ്യാൻ കുറയ്ക്കണ്ട. ഈ സിനിമയിൽ സ്മോക്കിംഗ് ഇല്ല, അതുകൊണ്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് ലിസ്റ്റിന് ആദ്യമേ പറഞ്ഞല്ലോ, സിൽക്ക് വെച്ച് ഭയങ്കര പൈസ സിനിമയ്ക്ക് അറിയാതെ 1.5 മിനിറ്റ് ഉണ്ടല്ലോ, സിനിമ 1.5 മിനിറ്റ് പറയില്ലോ. എന്നാൽ പിന്നെ ഇനി ആരെയാണ് പെട്ടെന്ന് പറ്റും? ഇതൊന്നും പറഞ്ഞില്ല. ഇവരുടെ മൊത്തം പറഞ്ഞോളൂ. ഞാൻ മൂവിയുടെ ലോഞ്ചിന് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത മൂവിയാണ്. അതിനുള്ള റിസൾട്ട് കിട്ടി, അതിന് സന്തോഷം. ശരി, എല്ലാവരും പടം കാണാൻ. ഇനി വേറെ എഴുതുക മാത്രമല്ല, സംസാരിക്കൂടി ചെയ്യണം, എന്നാലും ആൾക്കാർ ഓടിച്ചിട്ടുണ്ട്. മറ്റു കഥാപാത്രങ്ങളല്ലേ സംസാരിക്കുന്നത്, അവർ സംസാരിക്കുന്ന കേൾക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു വിവാദം നീയൊന്നും പറയല്ല, എന്തെങ്കിലും ഒരു ഒന്ന് വൈറലാക്കാൻ എന്തെങ്കിലും അതായത് അന്നും ഇന്നും എന്നും ഫാൻ ബോയ് മാത്രമേ എനിക്ക് നമ്മൾ ഒരു തവണ നമ്മുടെ ഫാൻ ബോയ് കൂടി ഉണ്ടാവും. ഇനി ദിലീപ് ഭട്ടിനെ വെച്ച് ചെയ്താൽ ഇപ്പത്തേക്ക് എല്ലാം നമ്മൾ കൊടുക്കും. ഞാൻ ടീം എല്ലാ സ്നേഹവും കൂടുതൽ ചിന്തിക്കൂ, വലുതായിട്ട് ചിന്തിക്കൂ. ഞാൻ മീശമാധവൻ കണ്ട തിയേറ്റർ, ആ തിയേറ്ററിൽ ദിലീപ് ഭട്ടിന്റെ പടം ഞാൻ റൈറ്റ് വരുന്നത് വലിയ സന്തോഷം. ഫാൻസുകാർക്ക് ഒത്തിരി സന്തോഷം. റിയാസ് ദൈവം ഇവർക്കെന്തൊക്കെ അറിയാവുന്നതാണ്. ദൈവമാണ് ഇവിടെ കൊണ്ടത്. ഉടനെ ഇങ്ങനെ എന്താ സംഭവം അറിയോ? പുള്ളിക്ക് ബാലൻസ് കൊടുക്കാനുള്ള പൈസ ഉണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, എന്നെ വിശ്വസിച്ചിട്ട് ഈ പൈസ ഇവിടെ ബാലൻസ് ഉള്ള പൈസ ഇവിടെ പ്ലഡ് ചെയ്തോളൂ, എന്നിട്ട് എന്നെ വിശ്വസിക്കും. ദൈവം പറഞ്ഞില്ലെങ്കിൽ സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കും, ബാക്കി സംവിധായകന ബിൻഡോ സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കന്നിയാണ്. 150 പടം ചെയ്യുന്ന ദിലീപനോടൊപ്പം എന്റെ കന്നിപ്പടം ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. പടന്ന് പറഞ്ഞോ, ആദ്യത്തെ പടം ചെയ്യാൻ പറ്റിയത് ചിലപ്പോ ഇവര് തന്നെ മാറ്റി എഴുതികളായി. തീർച്ചയായും ഡിസംബറുടെ 30ാമത്തെ സിനിമയാണ്, മാജിക് ഫ്രണ്ട്സിന്റെ 30ാമത്തെ സിനിമയാണ്, എന്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ഇത്രയും വലിയ നല്ല ആളുകളുടെ കൂടെ സിനിമ ചെയ്യാൻ തുടങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഷാരിസിന്റെ കൂടെ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ അതിലും വലിയ സന്തോഷം. ഞാനെപ്പോഴും എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം, ഇവിടെ എന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറയുന്നത്. സിനിമ പറയട്ടെ എന്നാണ് ഇത്രയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിനിമ പറഞ്ഞിരിക്കുന്നു, ആളുകൾ വിളിച്ച് നമ്മളോട് വളരെയധികം സന്തോഷമാണ് പറയുന്നത്. നല്ലൊരു സിനിമ കിട്ടിയതിലുള്ള സന്തോഷം എല്ലാവരും നമ്മളോട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരാൻ പറ്റിയത് ഈ ഇരിക്കുന്ന ടീമിന്റെയാണ്, ഈ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും ഹാർഡ് വർക്കിന്റെയാണ് ഈ സിനിമ ഇവിടെ ഒക്കെ ഹാപ്പിയാണ്. ലിസ്റ്റിനോ പറഞ്ഞു കുറെ നാളെ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ലിസ്റ്റിന് വയ്ക്കാൻ സാധിച്ചതിന് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അത് ദൈവം അനുഗ്രഹിച്ച് തിയേറ്ററിലെ റെസ്പോൺസ് അറിഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ എനിക്കൊന്നും അടുത്ത കാലത്ത് ഇത്രയും വലിയ ഫോൺ വിളിയൊന്നും കിട്ടിയിട്ടില്ല. അത്രയും റെസ്പോൺസിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ആവേശം എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി, ആ സന്തോഷം പങ്കുവെക്കാനാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരോടും ഒത്തുകൂടി ഇതിലൂടെ വന്നിരിക്കുന്നത്. തുടർന്നും ഈ സിനിമ കാണാത്ത ആളുകൾ എല്ലാവരും ഈ അടുത്ത, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്നു ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ തുടങ്ങി കാണും. ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് പോവുക, തിയേറ്ററിൽ തന്നെ ഒന്ന് ഈ സിനിമ കാണുക. കാരണം ഈ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ചിരി എന്ന് പറയുന്നത് അത് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അത് 10 ആവും, 10 ചിരി 100 ആവും, 100 ചിരി 1000 ആവും എന്ന് പറയുന്നത് അത്രയും രസകരമായിട്ടാണ് ഓഡിറ്റോറിയം ഈ എന്താ പറയുക നർമ്മം ഉള്ള സിനിമകൾ, ഫീലുള്ള സിനിമയാണ്. അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും അതിൻ്റെ ഒരു സൈലൻസ് കാണാനൊക്കെ പറയുന്നത് അതൊരു ഫോണിൽ കാണുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണുമ്പോൾ കിട്ടാത്തതാണ്. നമ്മൾ ബിഗ് സ്ക്രീനിൽ തന്നെ വലിയ സിനിമകൾ കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. അപ്പം ഈ സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഇതിലൂടെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി കണ്ടിന്യൂസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, കാരണം ഞങ്ങൾ പ്രൊമോഷൻസ് പരിപാടികളായിട്ട് തിയേറ്ററിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാം. വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ടി വേഗം പറയാം. ഇന്ന് എന്റെ വകയല്ല ചെലവുള്ളത്, ദിലീപേട്ടന്റെ വകയായിരിക്കും ഇന്നത്തെ ചെലവെന്നുള്ളത്. അത് ദിലീപേട്ടൻ തന്നെ പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുക്കുന്നു. എനിക്ക് എന്നും ചെലവായതുകൊണ്ട് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. വളരെയധികം സന്തോഷം, വലിയ സന്തോഷം. തുടർന്ന് ഈ സപ്പോർട്ടും ഈ സ്നേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം.
ഒരുപാട് നന്ദി. താങ്ക് യു. ലവ് യു ഓൾ.